നമ്മുടെ ആലപ്പുഴ YMCA ജംഗ്ഷന് നേരെ പടിഞ്ഞാറോട്ട് വരുമ്പം ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് അടിപൊളി ഒരു 4 പൂർണ്ണചന്ദ്രന്മാർ ഒരുമിച്ചുദിച്ചതുപോലെ തോന്നിക്കുന്ന ഒരമ്മയും 3 പെൺമക്കളും ചേർന്ന് നടത്തുന്ന ഒരു തട്ടുകടയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഇവർ നേപ്പാളി ഫാമിലി ആണെന്നതാണ്. അപ്പോൾ നേപ്പാളി ഫുഡാണോ ഇവർ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ലാതെ ഈ കുഞ്ഞു കാന്താരിയെ കണ്ടോ, ഈ ആളാണ് ഏറ്റവും ഇളയ പുത്രി. അപ്പോൾ പുള്ളിക്കാരത്തി സഹിതം ഇവിടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നുന്നൊരു കാഴ്ചയാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നല്ല ഒന്നാന്തരം മലയാളി ഫുഡ് ഈ നേപ്പാളി സുന്ദരികളുടെ കൈകൾ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് കേട്ടാൽ ഒരത്ഭുതം തോന്നുന്നില്ലേ? പിന്നെ വർഷങ്ങളായിട്ട് ഇവർ കേരളത്തിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ കേരള രുചികളെല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ചേർത്തല നിന്നതാ ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ നേപ്പാളി സുന്ദരിമാരുടെ ആ ഒരു പാചക വൈദഗ്ധ്യം നേരിട്ട് രുചിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ നോക്കി, ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഞങ്ങളും 5-5:30 കൂടെ വന്നതാണ് ഇവിടെ. എന്നിട്ട് 7:30 വരെ ഇവിടെ വെയിറ്റ് ചെയ്തു ഇവരെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റായിട്ട് ഇവർ തുറക്കുന്നതെന്ന് ചോദിച്ചാലേ, ഈ പെൺകുട്ടികൾ 2 പേരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ ജോലിയൊക്കെ കഴിഞ്ഞ് തിരുവല്ലയിൽ നിന്ന് വീട്ടിലെത്തിയ ശേഷം, അതായത് ആലപ്പുഴ എത്തിയ ശേഷം വേണം റെഡിയായി ഇങ്ങോട്ടേക്ക് പോരാനായിട്ട്. അപ്പോൾ ഇവരുടെ അധ്വാനം ഒന്ന് ആലോചിച്ച് നോക്കി. രാവിലെ ജോലിക്ക് പോകുന്നു, ജോലികളെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വരുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ദേ ഇവിടെ. അപ്പോൾ ഇത് പാതിരാത്രി 10, 11, 12 മണി വരെയൊക്കെ നീളുന്ന കച്ചവടമാണ് ഇവിടെ നടക്കുക. അപ്പോൾ ഇത്രയും അധ്വാനിക്കാനുള്ള മനസ്സുള്ള മനുഷ്യരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഈ YMCA ജംഗ്ഷനിൽ വരുമ്പോൾ എന്തായാലും 7-7:30 മണിക്ക് ശേഷമാണ് നിങ്ങൾ അതുവഴി പാസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമുക്ക് 4 പൂർണ്ണചന്ദ്രന്മാർ ഉദിച്ചു നിൽക്കുന്നത് കാണാം. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയിലേക്കായിട്ട് ഞാൻ പറയുകയാണ്, ഇവിടെ നമ്മൾ ഏറ്റവും സ്പെഷ്യലായിട്ട് കണ്ടത് ഇവരുടെ ഈ സന്തോഷത്തോടു കൂടിയുള്ള ആ ചിരിയും മറ്റുള്ള ആൾക്കാരോടുള്ള സംസാരമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർ നേപ്പാളി ഭാഷയാണ് സംസാരിക്കുന്നതെന്നല്ലേ? അല്ല കേട്ടോ, നല്ല ഭംഗിയുള്ള നല്ല സുന്ദരമായ മലയാള ഭാഷയാണ് ഇവർ 3 പേരും സംസാരിക്കുന്നത്. പിന്നെ ആ കുഞ്ഞു കുരുന്നും സംസാരിക്കുന്നത്. അവളിവിടെ ആലപ്പുഴയിൽ തന്നെ ഇത് സ്കൂളിൽ പഠിക്കുകയാണ്. അവളുടെ പേരാണ് ഭൂമിക. അങ്ങനെ ദേ ഇവിടെ നല്ല ബുൾസയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡബിൾ ബുൾസയാണ്. പിന്നെ ദാ നല്ല ഒന്നാന്തരം ചിക്കൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ദേ ഇവിടെ കൊച്ചു കാന്താരിമാരും ഫാമിലിയോടെ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഓർഡർ ചെയ്തിരിക്കുന്നത് നല്ല പൊറോട്ടയും അതിൻ്റെ ഒപ്പം നല്ല ഒന്നാന്തരം ലിവർ റോസ്റ്റും ആണ്. അപ്പോൾ ചിക്കൻ ലിവർ റോസ്റ്റൊന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്, വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ദോശയും ചമ്മന്തിയും സാമ്പാറും അടക്കം എല്ലാ ഐറ്റംസും കിട്ടും. പിന്നെ ചിക്കൻ കറിയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, അങ്ങനെ ഓരോ ഐറ്റംസ്. പക്ഷേ ബീഫിൻ്റെ ഒരു ഐറ്റംസ് ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ മോമോസാണ് ഇവിടെ കൂടുതൽ ആൾക്കാരും വന്ന് ഓർഡർ ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ മോമോസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു മോമോസുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ എണ്ണി ആൾ ഇവിടെ തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മോമോസ് ഇവിടെ സ്റ്റീംഡ് മാത്രമേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഈ പാത്രത്തിൽ സ്റ്റീംഡ് മോമോസ് മാത്രമാണ് കൊടുക്കുന്നതായിട്ട് കണ്ടത് കേട്ടോ. അപ്പോൾ ആ പിള്ളേർ ഇവിടെ മോമോസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു പ്ലേറ്റ് മോമോസ്. ഷോപ്പ് തുറന്ന് സെയിൽ തുടങ്ങിയ ആ സമയത്ത് തന്നെ ഇതേ ഒരു കൊച്ചു മുതലാളി ഉണ്ടല്ലോ ഇവിടുത്തെ, ആൾക്ക് ഭക്ഷണം കൊടുത്തിരുത്തിയതാണ്. നേരത്തെ ഇതാ അവിടെ ഇരുന്ന് കഴിക്കുന്ന കണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അതിൻ്റെ ബാലൻസ് ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. കുറേ നേരമായി ആ ചാട്ടി ഇതും കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ആവശ്യമുള്ള ചമ്മന്തിയും കറികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആസ്വദിച്ച് മെല്ലെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയും ചേച്ചിമാരും ആണെങ്കിലോ ഭയങ്കര പണിത്തിരക്കിലും. ഇതാ ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുടെ പേരെന്താണെന്ന് അറിയാമോ? മുഖം പോലെ തന്നെ ചാന്ദിനി എന്നാണ് കേട്ടോ. അപ്പോൾ ചാന്ദിനി കുട്ടി, അമ്മ ലക്ഷ്മിയും നടുക്ക് നിൽക്കുന്ന ആളാണ് ഏറ്റവും മുതിർന്ന ആള്. ആളുടെ പേരാണ് സന്തോഷി. അപ്പോൾ ആൾ ജനിച്ചപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സന്തോഷമായിരുന്നു എന്നതാണ് അവൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റം എത്തി കേട്ടോ, പൊറോട്ടയും നല്ല ചിക്കൻ ലിവർ റോസ്റ്റും. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. നേപ്പാളി കൈപ്പുണ്യം കൊണ്ട് ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. മലയാളികൾ തോൽക്കുന്ന കൈപ്പുണ്യം തന്നെ. നല്ല ഒന്നാന്തരം മലയാളി ടേസ്റ്റിൽ ഉണ്ടാക്കിയേക്കുന്ന ചിക്കൻ ലിവർ റോസ്റ്റും നല്ല ചൂട് പൊറോട്ടയും കേട്ടോ. അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ കൊച്ചു കാന്താരി ഇവിടെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഐറ്റംസ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ട് നല്ല മിടുക്കി കുട്ടിയായിട്ട് ഫുള്ള് ഫിനിഷ് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ പാത്രമൊക്കെ. ഇവിടെ നല്ല നാടൻ ദോശയും ചമ്മന്തിയും സാമ്പാറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. കൂടാതെ നല്ല പൊറോട്ടയും അതിനൊപ്പം ചിക്കൻ റോസ്റ്റ് വേണമെങ്കിൽ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ വേണമെങ്കിൽ ഫ്രൈ, പിന്നെ ചിക്കൻ ലിവർ റോസ്റ്റ് വേണമെങ്കിൽ അതും. പിന്നെ നല്ല ഒന്നാം തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ ഈ പിള്ളേരുടെ കൈപ്പുണ്യം കൊണ്ടുണ്ടാക്കുന്ന നല്ല മുട്ട ഓംലെറ്റും.
മുട്ട ഓംലെറ്റ് ഉണ്ട്, ബുൾസൈ ഉണ്ട്, എന്ത് വേണേലും ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ബീഫ് ഐറ്റംസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ബീഫ് പ്രേമികളാരും അങ്ങോട്ടേക്ക് ചെല്ലണ്ട. അല്ലാത്ത ആൾക്കാർ, ചിക്കൻ ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ലാം. ചിക്കനെ നിർത്തിപ്പൊരിച്ചത് ഇരുത്തിപ്പൊരിച്ചും കിടത്തിപ്പൊരിച്ചതുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല, കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് ചിക്കൻ ഇങ്ങനെ പൊരിച്ച് വെച്ചേക്കുന്നതുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് മോമോസിൻ്റെ സർജറി. അപ്പോൾ മോമോസിൻ്റെ ഉള്ളിൽ എന്താണ് പെട്ടിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മോമോസിനെ ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്ത് നോക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മളും ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മോമോസിൻ്റെ അകത്ത് നല്ല ചിക്കനെ കൊത്തായിട്ട് അരിഞ്ഞതും മുളകും അതിൻ്റെ ഗ്രേവിയും മറ്റു സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മളിത് ഇങ്ങനെ കഴിച്ച് നോക്കാൻ പോവാണ്. നല്ല സ്റ്റീംഡ് ആയിട്ടുള്ള മോമോസാണ് കേട്ടോ. അതിനെ ഇങ്ങനെ ഫോർക്ക് കൊണ്ട് കുത്തിയെടുത്ത് അതിൻ്റെ ആ ചട്നിയിൽ ഇങ്ങനെ മുക്കിയെടുത്ത് വായിലോട്ട് ഇങ്ങനെ ടിങ്ങെന്ന് വെക്കണം. എന്താണല്ലേ. അപ്പോൾ ഒരൊറ്റ കുഞ്ഞ് പീസ് ആയതുകൊണ്ട് ഒരൊറ്റ വായിക്കുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വേറെയും ഫാമിലീസ് വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ട് കളയാമെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ ചെറിയ ചമ്പലും നാടകമൊക്കെ തോന്നിയെങ്കിലും പിന്നെ മച്ചാൻ പറഞ്ഞ നമ്മളോട് നല്ല സഹകരണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ പല ഐറ്റംസ്, വെറൈറ്റി ഐറ്റംസ് ഒക്കെ വാങ്ങി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ നമ്മളല്ല കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നത്. മറ്റാരും ഇവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇത്ര ആൾക്കാർ. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാലും നിങ്ങളുമൊക്കെ തീർച്ചയായിട്ടും പോയി ഒന്ന് കഴിച്ചൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.